മറ്റത്തൂരിലെ കോൺഗ്രസ് ബി.ജെ.പി. അവിശുദ്ധ കൂട്ടുകെട്ട് പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് കോൺഗ്രസ് വിമതൻ കെ.ആർ. ഔസേപ്പിന്റെ വെളിപ്പെടുത്തൽ. കോൺഗ്രസ് നേതാക്കൾ തന്നെ സമീപിച്ചെന്നും ബി.ജെ.പിയുമായി സഖ്യമുണ്ടാക്കുന്നതിനെപ്പറ്റി പറഞ്ഞെന്നും ഔസേപ്പ്. അതേസമയം കൂറുമാറിയ യു.ഡി.എഫ് അംഗങ്ങൾക്കെതിരെ കർശന നടപടിയുമായി ഡി.സി.സി. മറ്റത്തൂരിലെ കോൺഗ്രസിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരികയാണ്. ബി.ജെ.പിയുമായുള്ള സഖ്യം ചേരൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഉണ്ടായതെന്ന് കോൺഗ്രസ് വിമതൻ കെ.ആർ. ഔസേപ്പ് പറഞ്ഞു. ഇതിനുവേണ്ടി പലപ്പോഴായി ചർച്ചകൾ നടന്നു. സഖ്യം ചേർന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് പ്രാദേശിക നേതാക്കളാണ്. 5 പേരടങ്ങുന്ന പ്രാദേശിക നേതാക്കൾ സഖ്യം ചേരുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ സമീപിച്ചിരുന്നു. ടി.എം. ചന്ദ്രൻ, ഷാഫി കല്ലൂപ്പറമ്പിൽ, രഞ്ജിത്ത് കൈപ്പള്ളി, പ്രവീൺ, സതീശൻ ഇല്ലത്തുപറമ്പിൽ എന്നിവരാണ് സമീപിച്ചതെന്ന് ഔസേപ്പ് വെളിപ്പെടുത്തി. ഈ കഴിഞ്ഞ 23-ാം തീയതി രാത്രി 9:04 ഇതിൽ പറയുന്ന നേതാക്കളായ 5 പേര് എൻ്റെ വീട്ടിലേക്ക് വരികയുണ്ടായി. അവർ വന്ന് ആവശ്യപ്പെട്ടത്, ഔസേപ്പെ, നീയാണ് UDF-ൻ്റെ ലീഡറായിട്ട് നിന്നെയാണ് ഞങ്ങൾ കാണുന്നത്, ഒപ്പം നിൽക്കണം, കൂടെ നിൽക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. LDF-ന് 10 ഉണ്ട്, 4 BJP ഉണ്ട്, 2 സ്വതന്ത്രരുണ്ട്. ഈ 2 സ്വതന്ത്രർ UDF-ൻ്റെ കൂടെ കൂടിയാൽ 10 അംഗങ്ങളാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, നമ്മൾ ഭരിക്കും. അതെന്തൊരു, എനിക്ക് മനസ്സിലാവില്ല, അത് എന്ത് ഫോർമുലയാണ്, നമ്മൾ ഭരിക്കുന്ന ഉറപ്പ് പറയാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു BJP നമുക്ക് വോട്ട് ചെയ്യും, അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ടി.എം. ചന്ദ്രൻ എന്ന് പറയുന്ന DCC സെക്രട്ടറി പറഞ്ഞത്, അത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്, നീ കൂടെ നിന്നാൽ മതി എന്നാണ് പറഞ്ഞത്. എന്നാൽ വർഗീയ കക്ഷിയുമായി സഖ്യം ചേരലിന് ഇല്ലെന്നാണ് ഔസേപ്പ് അറിയിച്ചത്. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തന്റെ പക്കൽ തെളിവുണ്ടെന്നും ഔസേപ്പ് പറഞ്ഞു. അതേസമയം കൂറുമാറിയ UDF പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് DCC. ഇന്ന് തന്നെ അംഗങ്ങൾ രാജിവെക്കണമെന്നും പൊതുസമൂഹത്തിനോട് മാപ്പ് പറയണമെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇവരെ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ അയോഗ്യരാക്കാനുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. 10 ദിവസത്തിനകമാണ് അത് ചെയ്യേണ്ടത്. ആ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞു. എന്നിരുന്നാലും അവിടെ നിന്ന് ബന്ധപ്പെട്ടവരൊക്കെ വിളിച്ച് ഇവർ തെറ്റ് തിരുത്താൻ തയ്യാറാണ് എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് അവർക്ക് അതിനുള്ള സമയം അനുവദിച്ചിരിക്കുന്നു. അവർക്ക് പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ച് ആ തെറ്റ് ബോധ്യപ്പെട്ട് ജനങ്ങളോട് വിളിച്ചു പറയുകയാണെങ്കിൽ അന്നേരം KPCCയുമായി ആലോചിച്ച് അവരുടെ നടപടികളെക്കുറിച്ച് പുനഃപരിശോധിക്കും. അതല്ലാത്ത പക്ഷം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇവരെ അയോഗ്യരാക്കാനുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. രാജിവെക്കാൻ തയ്യാറല്ലാത്ത പക്ഷം 10 ദിവസത്തിനകം അംഗങ്ങളെ അയോഗ്യരാക്കാനുള്ള നടപടി ആരംഭിക്കും. ഇതിനുവേണ്ടി കോടതിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിക്കുമെന്നും ജോസഫ് ടാജറ്റ് വ്യക്തമാക്കി. സാരംഗ് PS, കൈരളി ന്യൂസ്, തൃശൂർ.